ഹലോ നമസ്കാരം, ഞാൻ അപർണ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറേ നാൾ കൂടി ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. വെളിയിൽ കുറച്ച് കിളികളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നല്ല മഞ്ഞായതുകൊണ്ട് പൊതുവെ മഞ്ഞാണെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ഇവിടെ ഫ്ലോറിഡയിൽ നല്ല വെയിലാണ്. ഇപ്പം മഞ്ഞാണെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല വെയിലും ആയിരിക്കും കേട്ടോ. അങ്ങനെ ഒരു വല്ലാത്തൊരു കാലാവസ്ഥയാണ്. അതേസമയം 2 ആഴ്ച മുന്നേ നല്ല രീതിയിൽ തണുപ്പ് 0 ഡിഗ്രിയുടെ അടുത്ത് വരെയൊക്കെ തണുപ്പായിരുന്നു. ഇപ്പം നല്ല കൂടിയിട്ടുണ്ട്. അപ്പം ഞാനുണ്ടല്ലോ, എൻ്റെ കയ്യിലാണെങ്കിൽ ചപ്പാത്തി കുറച്ചിരിപ്പുണ്ട്, ദോശ ഇരിപ്പുണ്ട്, ദോശയുടെ ബാറ്ററും ഉണ്ട്. അപ്പം ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മേടിക്കുന്ന ചപ്പാത്തി ഇല്ല, റെഡിമെയ്ഡ് ചപ്പാത്തി, അതും ഉണ്ട്. അപ്പം ഞാൻ വെച്ചു ബട്ടർ ചിക്കൻ ആക്കാമെന്ന് വിചാരിച്ച് തലേന്ന് തന്നെ ഞാൻ അതിൻ്റെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കിത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റും കൂടെ ആയിരിക്കും നേരത്തെ നമ്മൾ ചെയ്താൽ. ഇതിനകത്ത് ആകെപ്പാടെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി, ഇത് 4 മാത്രം മതി കേട്ടോ. വേറെ പച്ചക്കറി കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അതിന് മുന്നേ എന്തെങ്കിലും ടി വിയിൽ ഒരു പാട്ടോ എന്തെങ്കിലും ഒന്ന് കേട്ടിട്ട് എനിക്കിങ്ങനെ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ആദ്യമേ വെക്കുന്നത്. പിന്നെ കുറച്ച് ജീരകങ്ങളും ആദ്യം റെഡിയാക്കി അങ്ങ് വെക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ കുടിക്കും. ചിലപ്പോൾ നല്ല തണുത്തിട്ടൊക്കെ ആയിരിക്കും കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ സവാള വഴറ്റാൻ ആദ്യം കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ വലിയ സവാള ഉണ്ടല്ലോ, നമുക്ക് കോസ്കോയിൽ നിന്ന് കിട്ടും കേട്ടോ. അത് കുറച്ച് നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നതാണ്. പക്ഷേ ഈ ഒരു വലിയ സവാള ഫുള്ളി ഞാൻ യൂസ് ചെയ്യാറില്ല. പകുതിയൊക്കെ ഒരു ദിവസം യൂസ് ആവത്തുള്ളൂ. അപ്പോൾ ബാക്കി ഞാൻ അടുത്ത ദിവസം യൂസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്യരുത്, പക്ഷെ നമ്മളത് വേസ്റ്റ് ആക്കാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഓയിലും ബട്ടറിലും കൂടെ ഈ സവാള ഒന്ന് ജസ്റ്റ് വഴറ്റി അങ്ങോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഒരു ബാച്ച് നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബാച്ച് കൂടെ ഇനി ഇടാമല്ലോ. അപ്പോൾ അതും അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ റെഡിയാക്കുന്നുണ്ട്. ഈ ചിക്കൻ മാരിനേഷൻ എന്തൊക്കെ ഞാൻ ഉപയോഗിച്ചെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ, നോക്കിയാൽ മതിയേ. അപ്പോൾ അപ്പോഴത്തേക്ക് സവാള ഒന്ന് വഴണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയും ഒക്കെ ആണെങ്കിൽ അങ്ങനെയാണേലും ഇടാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ കുറച്ച് ഏറെ പേസ്റ്റാക്കി അങ്ങ് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അതിന് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു, കുറച്ചൊരു 1-2 ആഴ്ചത്തേക്കുള്ളത് ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് മാറി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ആണെങ്കിൽ ജീരകപ്പൊടിയും പിന്നെ ഗരം മസാല, ഇത്രയും 4 പൊടികളാണ് ചേർക്കേണ്ടത്. അതെല്ലാം നല്ലോണം ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ചമണം മാറണേ. അപ്പോൾ കുറച്ച് നേരം വഴറ്റണേ. അത് കഴിഞ്ഞിട്ട് അത് തുറന്നിട്ട് നമുക്ക് അതിലോട്ട് തക്കാളി ആഡ് ചെയ്യാമേ. അപ്പോൾ തക്കാളി ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം തക്കാളിയുടെ കൂടെ ആണെങ്കിൽ അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതുകൂടെ ചേർക്കണം, എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് വരത്തുള്ളേ. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഇത് കുറച്ച് നേരം അടച്ച് വെക്കുമ്പോഴത്തേക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് മാഷായിട്ട് ഇരിക്കും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റണേ. നമ്മൾ ഇതൊന്ന് തണുക്കാൻ വെക്കണം. അപ്പം നമ്മൾ അതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ ചൂട് അങ്ങനെ ഇരിക്കുന്ന കാരണം പെട്ടെന്ന് തണുക്കത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു നിരത്തി വെക്കുന്ന ഒരു പാത്രത്തിലോട്ട് നിരത്തി വെച്ചാൽ വേഗം ഇതങ്ങ് തണുത്ത് കിട്ടും കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറിൽ അത് തണുത്ത് കഴിഞ്ഞിട്ട് ഇടണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണേ. ഇതിനകത്ത് ഒട്ടും വെള്ളമേ ഒഴിക്കാൻ പാടില്ലേ. ഇതിനകത്ത് നല്ലപോലെ വെള്ളം ഉള്ളതുകൊണ്ട് അത് നന്നായിട്ട് അരഞ്ഞോളുവേ. നന്നായിട്ട് അരഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളൊരു പാന് വെച്ചിട്ട് അതിലോട്ട് ഓയിലും ബട്ടറും ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ. ഏറ്റവും സ്ലോ ഫ്ലെയിമിലിട്ടേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, അല്ലെ കരിഞ്ഞു പോവേ. എന്നിട്ട് നമ്മളിപ്പം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സർ ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഇടണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കണേ. എന്നിട്ട് നമ്മൾ ആ മിക്സി കഴുകിയിട്ടുള്ള വെള്ളവും അതിനകത്തോട്ട് തന്നെ ചേർത്ത് നല്ലപോലെ ഇളക്കി അതൊന്ന് ചൂടാക്കി എടുക്കണേ. ഇനി ഇതിനകത്തുണ്ടല്ലോ നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് പഞ്ചസാരയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണേ. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അതിന് ഇതിനകത്ത് ആഡ് ചെയ്യാമേ. ഇനി ഇതിനകത്ത് നമ്മൾ ക്രീം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തിക്നെസ് നമ്മൾ നോക്കിയിട്ട് ഇനി ചെയ്താൽ മതി കേട്ടോ. അതുകൊണ്ട് അതിപ്പോഴേ വേണ്ട. അതിന് മുന്നേ തന്നെ നമ്മൾ ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി ആ ചിക്കൻ ഒന്ന് ഇതിനകത്ത് കിടന്നൊന്ന് ചൂടാകണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണേ.
അത് നന്നായിട്ട് വെന്തെന്ന് ഉറപ്പായി കഴിയുമ്പോൾ നമ്മൾ നല്ലതായിട്ട് കുലുക്കിയിട്ട് നമ്മുടെ ഈ ഒരു ക്രീം ഉണ്ടല്ലോ, ക്രീം അതിനകത്തോട്ട് ആഡ് ചെയ്യണം. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ എന്താ പറയുക തിക്നെസ് വരും അതിന്. അതുകൊണ്ട് അത് നോക്കിയിട്ട് ക്രീം ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ക്രീം ഒന്ന് ആഡ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കസൂരി മേത്തി കയ്യിൽ ഇതുപോലെ എടുത്തിട്ട് നല്ലതായിട്ട് ഞെരടിയിട്ട് അതിലോട്ട് ആഡ് ചെയ്യണേ. ഈ കസൂരി മേത്തി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് അടച്ചു വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മണം അങ്ങ് പോവേ. അത് നല്ലതായിട്ട് അടച്ചങ്ങ് വെച്ചേക്കണേ. അപ്പോഴത്തേക്ക് നമ്മുടെ ബട്ടർ ചിക്കൻ എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഗാർണിഷിങ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അത് എല്ലാം റെഡി ആയിട്ടുണ്ടാവും. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ബട്ടറും കുറച്ച് ക്രീമും കൂടെ ഒരു ഡെക്കറേഷൻ ആഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയാണ്. ഭയങ്കര എളുപ്പമല്ലേ. നമുക്ക് ഒരുപാട് പ്രൊസീജിയർ ഉണ്ടെങ്കിൽ സംഭവം ഭയങ്കര ഈസിയാണ് കേട്ടോ. അതൊരു തവണ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് ഇഷ്ടമാകും എന്തായാലും. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല, സെയിം അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. രാവിലെ ഇതെന്തോ രാവിലെ എന്തെടുക്ക ഇതെന്ത് മുടിയല്ലേ ഇങ്ങനെ നടക്കുന്നത്? കെട്ടി വെച്ചത് അഴിഞ്ഞു പോയോ? നവാ പല്ലേക്ക നവാ ആര് അപ്പം ദേവുവിനാണെങ്കിൽ ദോശ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരെണ്ണം ചുട്ടു കേട്ടോ. അപ്പം പക്ഷേങ്കിൽ അവൾക്കത് വേണ്ട, ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. പിന്നെ ആണെങ്കിൽ ഞാൻ പിന്നെ ആ ദോശ ഞാൻ എടുത്തിട്ട് അവൾക്ക് ചപ്പാത്തിയാണ് കൊടുത്തത്. എന്ത് തിന്നുന്നേ? ഇപ്പം തിന്നാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ചില സമയങ്ങളിൽ ഭയങ്കര മൂശായിട്ടാണെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ തന്നെ തിന്നോളും. എന്നാലും ചില സമയം രാവിലെയൊക്കെ ഭയങ്കര മൂശായിട്ടായിരിക്കും. നീ എന്തോ വരയ്ക്കുന്നേ? എൻ്റെ ഏതാവോ? ഈ എൽ എഴുത്. എൽ എൽ ഈ എഴുത്. ഒരു പേന എവിടെ? എഴുത്. ഇതെന്ത് ഇത്? ഇതിന്റെ ഇവിടെ എന്തോ ഒരു 2 വാലൊക്കെ. എഫ് എഴുത്. വെരി ഗുഡ്. വേറെ ഏതാ അറിയുന്നേ? ഓ എഴുത്. ഓ അയ്യോ എല്ലാം വെളി ചാടി. കൊള്ളാം. എന്നാലും മതി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒക്കെയാണ് അടുത്ത ലഞ്ചിൻ്റെ കാര്യമൊക്കെ നോക്കുന്നത്. ഓൾറെഡി ബട്ടർ ചിക്കൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു റൈസ് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം ഞാൻ കരുതി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന്. അത് കുറേ നാളായിട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാനിവിടെ ഒരു 1.5 കപ്പ് റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഇച്ചിരി നേരം സോക്ക് ചെയ്യാൻ വെക്കുവേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാക്കി തുടങ്ങത്തുള്ളേ. എന്താ വണ്ടിയ? ട്രക്കോ? ഓ, ട്രക്ക് ഡ്രൈവറാണോ? ഈ ഒരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പച്ചക്കറിയും കൂടെ കഴിക്കാൻ പറ്റും നമുക്ക്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ പച്ചക്കറി ഉണ്ടോ അതെല്ലാം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ആണെങ്കിൽ
കുറച്ച് വെളുത്തുള്ളി, പിന്നാണെങ്കിൽ സവാള, സ്പ്രിംഗ് ഓനിയൻ, ക്യാരറ്റ് ഇത്രയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണേലും എടുക്കാം കേട്ടോ. ബ്രൊക്കോളിയോ കോളിഫ്ലവറോ അല്ല ബീൻസോ അങ്ങനെ എന്ത് വേണേലും ആഡ് ചെയ്യാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ജസ്റ്റ് ചെറിയ ചെറിയ പീസ് ആയാല് അപ്പം ഇട്ടോ. താങ്ക് യു. ഇനിയുണ്ടല്ലോ നമ്മുടെ റൈസ് കുതിർത്തിട്ട് ഒരു 10 മിനിറ്റ് ആയായിരുന്നേ. അപ്പം അതൊന്ന് തിളപ്പിച്ച് എടുക്കാനായിരുന്നു, വേവിച്ചെടുക്കുവാണേ. അപ്പം ഇതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കണക്കിന് എടുക്കണം കേട്ടോ. അപ്പം ഞങ്ങളിവിടെ 3 പേർക്ക് 1.5 ഗ്ലാസ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഒരു 2-2.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് ഫുള്ള് നല്ലോണം വേവേണ്ട, ഒരു 90% വെന്താൽ മതി. എന്നിട്ട് അത് നന്നായിട്ട് ഊറ്റിയിട്ടുണ്ടല്ലോ, ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അതിനകത്ത് പച്ചവെള്ളം ഒഴിച്ച് നല്ലപോലെ ആ ചൂട് മാറ്റിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രൈഡ് റൈസിനുണ്ടല്ലോ നമ്മുടെ അരി നല്ല തണുത്തിരുന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ തലേന്ന് ഉണ്ടാക്കിയ അരി ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കിയാലും മതി. അപ്പം എൻ്റെ ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ ആ പച്ചവെള്ളം ഒഴിച്ചാണെങ്കിൽ അതൊന്ന് തണുപ്പിച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചത്. എന്നിട്ട് ഇനി നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പാനിൽ, എന്നിട്ട് മുട്ട ഉണ്ടല്ലോ 2 മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നല്ലോണം കുറച്ചൊരു ഉപ്പും ചേർത്തിട്ട്, ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. അതേ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ, ആദ്യം നമ്മുടെ ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. എന്നിട്ട് നമ്മുടെ സവാളയും കൂടെ ആഡ് ചെയ്യണേ. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. വഴറ്റി കഴിയുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഹൈയിലിട്ടിട്ട് വേണം നമ്മുടെ പച്ചക്കറിയെല്ലാം ആഡ് ചെയ്യണം. ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ്, എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറി ആഡ് ചെയ്യുക. എന്നിട്ട് ഇനി നമ്മൾ ഹൈയിലിട്ടിട്ട് 2 മിനിറ്റ് നിർത്താതെ ഇളക്കണം കേട്ടോ. അതിൻ്റെ കളറ് മാറാനേ പാടില്ല. അങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മുടെ കുറച്ച് സോസും കാര്യങ്ങളും ആഡ് ചെയ്യണേ. അപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന സോസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സോയാ സോസ്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ആണെങ്കിൽ നാരങ്ങാനീര്, ഇത് 3 നമ്മൾ ആഡ് ചെയ്യണേ. ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് ആഡ് ചെയ്യണേ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കണം. ഒരു മിനിറ്റ് കൂടെ ഇളക്കിയതിന് ശേഷം നമ്മുടെ തണുക്കാൻ വെച്ചിരുന്ന ചോറുണ്ടല്ലോ അത് ഇതിനകത്ത് ആഡ് ചെയ്യണേ. എന്നിട്ട് മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കണം കേട്ടോ. ഫ്രൈഡ് റൈസിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ കിടന്ന് ഈ റൈസ് ഒന്ന് നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഫ്ലെയിം എല്ലാം ഓഫാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടോ. ഈ ഫ്രൈഡ് റൈസിനകത്ത് കുറേ പച്ചക്കറി കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു ദേഷ്യമായിരുന്നു കേട്ടോ. അവൾക്ക് അത്രയും പച്ചക്കറി ഒന്നും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് അന്നേരം പക്ഷെങ്കിൽ അത് കഴിച്ചു കേട്ടോ. അത് കഴിച്ചിട്ട് ആളെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ പിന്നെ ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് സമാധാനമായിട്ടിരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ അത് കഴിച്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ബാക്കി പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കഴുകി, പിന്നാണെങ്കിൽ കുറച്ച് എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ അതും എല്ലാം കഴിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിന് വേറെ ഒന്നും സൈഡ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നേ. ആകെ ബട്ടർ ചിക്കനും ഉണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ചെറിയ കളറുള്ള ഫ്രൈംസ് ഉണ്ടല്ലോ അതുകൂടെയാണ് ഉണ്ടാക്കിയത്. അത് തന്നെ ധാരാളമായിരുന്നു കേട്ടോ. ഇതിൽ തന്നെ ഒരുപാട് പച്ചക്കറി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതൊക്കെ തന്നെ ധാരാളമായിരുന്നു. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെണ്ണീറ്റു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഹസ്ബൻഡ് വർക്കായിരുന്നത് കൊണ്ട് വെളിയിലൊന്നും കണ്ടില്ല കേട്ടോ. ഇടയ്ക്ക് വന്നൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടങ്ങ് പോകത്തേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ആളൊന്ന് കോസ്കോയിൽ പോയി കുറച്ച് സാധനങ്ങൾ തീർന്നു. പ്രധാനമായിട്ടും നമ്മുടെ തൈരൊക്കെ തീർന്നു, നെയ്യ് തീർന്നു കേട്ടോ. അപ്പം ഞാനിവിടെ ഇപ്പം ബട്ടർ വാങ്ങിയിട്ടാണ് നെയ്യ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ബട്ടർ വാങ്ങിയിട്ട് അത് നമ്മൾ ഉരുക്കിയെടുത്തിട്ട് നെയ്യാക്കുവാണ്. അതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന തൈര് ഇതാണ്. വേറൊരു ബ്രാൻഡായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്, അതില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഇത് ഉപയോഗിക്കും കേട്ടോ. ഇതും കോസ്കോയിൽ കിട്ടും.
വൈകിട്ടുണ്ടല്ലോ ഭയങ്കര ഒരു പണിയുണ്ട് കേട്ടോ. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണമായിരുന്നു, തേങ്ങാ ചമ്മന്തിപ്പൊടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കരിവേപ്പിലയൊക്കെ കഴുകി ഒന്ന് ഉണക്കി എടുക്കുക കേട്ടോ. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, കഴുകും തോറും അതിങ്ങനെ നല്ലപോലെ ഒട്ടുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെയും മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കഴുകി, എന്നിട്ടും ചെറിയൊരു ഒട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുഞ്ഞുള്ളിയും പിന്നെ ഇഞ്ചിയും അതുപോലെ വറ്റൽമുളകും എല്ലാം എടുത്തു വെച്ചു കേട്ടോ. ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ അത്ര ഭയങ്കര വലിയ പണിയൊന്നുമില്ല. ആകെയുള്ള പണിയെന്ന് പറയുന്നത് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നത് മാത്രമേ കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറച്ച് മതി. അപ്പോൾ അതിന് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കണേ. എന്നിട്ട് അതിലോട്ട് ഈ കരിവേപ്പിലയും എന്താ പറയുന്നത് ചുമന്ന വറ്റൽമുളകുണ്ടല്ലോ അതും കൂടെ ഇടണം. അതും ഒന്ന് വഴറ്റിയിട്ട് വേണം നമ്മൾ ഈ ഒരു തേങ്ങ ഇടാൻ. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഫ്രോസൺ തേങ്ങയാണ്. അപ്പം ഞാനത് 2 സെറ്റ് എടുത്തിട്ടുണ്ട്. ഫ്രോസൺ തേങ്ങ എടുത്തിട്ട് ഒന്ന് മൈക്രോവേവിൽ വെച്ച് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ഇട്ടേ. അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് അത് അങ്ങനെ ഒട്ടിപ്പിടിക്കലൊക്കെ മാറി നല്ലതായിട്ട് വരുവേ. എന്നിട്ട് അത് ഇരുന്ന് നല്ലപോലെ ഇളക്കണം. ഇനിയാണ് നല്ല പണി. കുറേ നേരം ഇളക്കി എനിക്ക് തോന്നുന്നു ഞാനൊരു 1.5 മണിക്കൂറൊക്കെ ഇളക്കി കേട്ടോ. അങ്ങനെ ഒരുവിധം അതിൻ്റെ കളറൊക്കെ മാറിയേ. നന്നായിട്ട് കളറ് മാറിക്കഴിയുമ്പോഴേ നമുക്ക് അതിനകത്തോട്ട് വാളംപുളി ചേർക്കണേ. വാളംപുളിയും പിന്നെ ആണെങ്കിൽ കായപ്പൊടിയും പിന്നെ ഉപ്പും. ഇത് നല്ല കളറ് മാറിക്കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഓഫാക്കണേ. ഓഫാക്കിയിട്ട് വേണം ഇത് ചേർക്കാൻ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് തീന്ന് മാറ്റിയിട്ട് അത് തണുക്കാൻ വെക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ ചമ്മന്തിപ്പൊടിയുടെ ഒരു ഇതെന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ഈ ഇളക്കുന്ന കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളേ. ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി സമയം പോയതറിഞ്ഞേ ഇല്ല. അപ്പോഴത്തേക്ക് സന്ധ്യയായിട്ടോ. അപ്പം ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഡിന്നർ ഞാൻ ഫ്രൈഡ് റൈസ് തന്നെയാണ് കഴിച്ചത്. കുറച്ച് സോസും പിന്നെ ബട്ടർ ചിക്കനും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അടിപൊളിയായിട്ട് എന്താ പറയുക ഡിന്നറും കഴിച്ചു കേട്ടോ. അയ്യോ, ഇത് ക്രിസ്മസ് ട്രീയുടെ അല്ലേ? ഇതെവിടെ നിന്ന് കിട്ടിയേ? അത് കാണുന്നില്ല. അതവിടെ വെച്ച് തരും, നമുക്ക് അടുത്ത വർഷം തൂക്കാം. ഓക്കെ. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ നടക്കാൻ പോകട്ടോ. നേരത്തേക്ക് 7 മണിക്ക് നല്ല വെട്ടമുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഭയങ്കര ഇരുട്ടാണ്. പക്ഷേങ്കിൽ നല്ല സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ ഒരു ഫ്രണ്ടും വരും, അപ്പം ഞങ്ങൾ രണ്ടുകൂടെ നടക്കും കേട്ടോ. 1 മണിക്കൂർ ജസ്റ്റ് നടക്കും. ചില സമയങ്ങൾ ദേവുവിനെയും കൊണ്ട് വൈകുന്നേരം അത് വെട്ടമുള്ളപ്പോൾ പോയി നടക്കും. തുടച്ചരാം വാ. ഊരിയിട്ട് വേണ്ടേ സോസ് നോക്കാൻ. ദേവുവിനാണെങ്കിൽ ദോശയാക്കാന്ന് വെച്ചാൽ ഡിന്നർ. ഞാൻ തിരിച്ചു വന്നിട്ട് ദോശ ഇടും. അപ്പോൾ ആ ദോശ ആകുന്ന സമയം കൊണ്ട് അവൾക്ക് കുറച്ച് പാലും കൂടെ കൊടുക്കും കേട്ടോ. കിടക്കുന്നതിന് മുന്നേ 1 ഗ്ലാസ് പാലും കൂടെ കുടിക്കും. അതിന് വേണ്ടി മാത്രം നമ്മൾ വൈറ്റമിൻ ഡിയുടെ പാല് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ലാസ്റ്റ് ദോശയായിരുന്നു കേട്ടോ. അതോടെ ആ മാവ് അങ്ങ് തീർന്നു. അത് കഴിഞ്ഞിട്ട് ഇവക്കാണെങ്കിൽ നല്ലോണം നെയ്യൊക്കെ ഇട്ട് കൊടുക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിനകത്ത് കുറച്ചേറെ നെയ്യൊക്കെ ആക്കിയിട്ട് അപ്പോൾ അവൾ കഴിക്കുകയും ചെയ്യും കേട്ടോ. അവൾക്ക് ഇഷ്ടമാണ്. പിന്നെ ആണെങ്കിൽ ഇത് വലിയൊരു ദോശയാണ്. 2 ദോശയുടെ അത്രയുള്ള ഒരു വലിയ ദോശ ഉണ്ടാക്കി. അതുകൊണ്ട് ആ ഒരു ദോശ ഫുൾ അവൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വലിയൊരു പണി പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ ചമ്മന്തിപ്പൊടി എല്ലാം ഇങ്ങനെ എന്താ പറഞ്ഞത് തണുക്കാൻ വെച്ചിരുന്നല്ലോ, അത് മൊത്തം ഇനി ബോട്ടിലാക്കി വെക്കണമായിരുന്നു. അപ്പോൾ അതൊരു വലിയ പണിയായിരുന്നു. അത് കുറേശ്ശെ ഞാൻ അതിങ്ങനെ പൊടിച്ചെടുത്ത് ബോട്ടിലാക്കി എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗിൽ വീണ്ടും കാണാം കേട്ടോ. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു.